എല്ലാ പ്രിയ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണ്. ഈ ആഴ്ചയിൽ മിക്ക ദിവസങ്ങളിലും ഒരു പ്രത്യേക ചിന്ത, ഒരു പ്രത്യേക വചനം എൻ്റെ ഉള്ളത്തിൽ നിരന്തരമായി എൻ്റെ ഓർമ്മയിൽ കർത്താവ് കൊണ്ടുവരികയുണ്ടായി. അത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യമാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഈ വചനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിലൂടെ ചില കാര്യങ്ങൾ നിങ്ങളെ ഈ പ്രഭാതത്തിൽ ഓർമ്മപ്പെടുത്തുവാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ന്യൂ ലൈഫിലുള്ള സഹോദരങ്ങൾക്ക് അല്പമായ അറിവുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ഈ 4-ാമത്തെ സുവിശേഷം എഴുതിയത് കർത്താവ് വളരെ സ്നേഹിച്ച അപ്പോസ്തലനായ യോഹന്നാനാണ്. യോഹന്നാൻ ഈ സുവിശേഷം എഴുതുവാനുള്ള കാരണം 20-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമാണ് പ്രധാനമായി നമ്മൾ ഈ അധ്യായങ്ങളിൽ എല്ലാം കാണുന്നത്. നമ്മൾ ഈ വായിച്ച വാക്യത്തെ വ്യാഖ്യാനിക്കണമെങ്കിൽ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അതും എൻ്റെ ഇമ്മീഡിയറ്റ് ഓഡിയൻസ് ആയിരിക്കുന്ന ന്യൂ ലൈഫിലെ സഹോദരങ്ങൾക്ക് ഇതിനോടകം അറിയാം എന്ന് ഞാൻ ധരിക്കുകയാണ്. എന്താണ് ഈ 14-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൻ്റെ കോണ്ടെക്സ്റ്റ്? 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ യേശുക്രിസ്തുവിൻ്റെ പ്രൈവറ്റ് മിനിസ്ട്രിയാണ്. യേശു കർത്താവ് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർക്ക് വേണ്ടി ആണ് ഈ ശുശ്രൂഷ. എന്നാൽ 13-ൻ്റെ 31 മുതലുള്ള വാക്യങ്ങൾ വരുമ്പോൾ 11 ശിഷ്യന്മാർക്ക് വേണ്ടി ആ ശുശ്രൂഷയാകും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഈ പ്രൈവറ്റ് മിനിസ്ട്രിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് രംഗം. 13-ൻ്റെ 31 മുതൽ 16-ാം അധ്യായം വരെ 2 പ്രധാനപ്പെട്ട യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ, ഡിസ്കോഴ്സുകളാണ് നമ്മളവിടെ കാണുന്നത്. ഇന്ന് ക്രൈസ്തവ ഗോളത്തിൽ അധികം ആളുകൾ പഠിക്കാത്ത വളരെ ഗൗരവമുള്ള പാഠങ്ങളായിട്ട് ഞാൻ അത് മനസ്സിലാക്കുന്നു. ഇത് പഠിക്കുകയും പഠിപ്പിക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ നാം മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. അവിടുന്ന് ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള രാത്രിയിൽ, വ്യാഴാഴ്ച രാത്രിയിൽ കർത്താവ് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഡിസ്കോഴ്സുകളാണ് ഇതിൻ്റെ പശ്ചാത്തലം. 13-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യം കർത്താവ് 12 ശിഷ്യന്മാരുടെയും കാല് കഴുകുന്നു. അതിനുശേഷം ഈ കാല് കഴുകുന്നതിൻ്റെ അർത്ഥം
അർത്ഥം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അതിനുശേഷം കർത്താവ് തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന ജൂഡസിനെ എക്സ്പോസ് ചെയ്യുകയാണ്. എല്ലാവർക്കും അത് മനസ്സിലായില്ലെങ്കിലും വളരെ കൃത്യമായി ജീസസ് ഈസ് എക്സ്പോസിങ് ഹിസ് ബിട്രയർ. അതിനുശേഷം പീറ്റർ കർത്താവിനെ ഡിനൈ ചെയ്യും എന്നുള്ള കാര്യവും 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് 13-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടുള്ളത്. 13-ന്റെ 31 മുതൽ 14-ന്റെ 31 വരെയാണ് ഫസ്റ്റ് ഡിസ്കോഴ്സ്. അതാണ് നമ്മൾ വായിച്ച 14-ന്റെ 27-ന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പശ്ചാത്തലം. 30-ാം വാക്യത്തിൽ ജൂഡസ് ഇറങ്ങിപ്പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 13-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം, as soon as Judas had taken the bread, he went out and it was night. താൻ ചെയ്യാൻ പോകുന്ന കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന വിഷയത്തിലേക്ക് ഏർപ്പെടുവാൻ വേണ്ടി ജൂഡസ് പോയ ശേഷമാണ് ജീസസ് അവിടുത്തെ ആദ്യത്തെയും രണ്ടാമത്തെയും ഡിസ്കോഴ്സ് കൊടുക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഡിസ്കോഴ്സ് ഞാൻ സൂചിപ്പിച്ചതുപോലെ 13-ന്റെ 31 മുതൽ 14-ന്റെ 31 വരെയുള്ള വചനങ്ങളിലാണ്. ഈ ഒന്നാമത്തെ ഡിസ്കോഴ്സിൽ കർത്താവിൻ്റെ പഠിപ്പിക്കലുകളുമുണ്ട്. 4 പ്രധാനപ്പെട്ട ഡയലോഗുകൾ. 13-ന്റെ 36 പത്രോസിനോട്, 14-ന്റെ 5 തോമസ്, 14-ന്റെ 8 ഫിലിപ്പ്, 14-ന്റെ 22 ജൂഡസ്, ഇസ്കൊറിയത്തോവ് അല്ലാത്ത ജൂഡസ്. ഇങ്ങനെയുള്ള 4 ഡയലോഗും നമ്മൾക്ക് കാണാൻ കഴിയും. അപ്പോൾ 14-ന്റെ 27-ൽ കർത്താവ് പറയുന്നത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അപ്പം കോണ്ടെക്സ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ വാഗ്ദത്തം കേൾക്കുന്ന ശിഷ്യന്മാരുടെ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കണം. കോണ്ടെക്സ്റ്റിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, ജീസസ് ഈസ് വിത്ത് ദ ഡിസൈപ്പിൾസ് ഇൻ ദി അപ്പർ റൂം. ഏറ്റവും അവസാനമായി അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുകയാണ്. വളരെ വിലപ്പെട്ട ധാരാളം കാര്യങ്ങൾ അവരെ ഏറ്റവും അവസാനം പഠിപ്പിക്കുകയാണ്. This is the last night before he is going to be crucified. ഈ ശിഷ്യന്മാർ അവരുടെ ഹൃദയ നിലവാരം മനസ്സിലാക്കണം, അവരുടെ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കണം. 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന 11 ശിഷ്യന്മാരുടെ ഹൃദയ നിലവാരമാണ് കർത്താവ് അവിടെ തുറന്നു കാട്ടുന്നത്. 13-ന്റെ 30-ൽ ജൂഡസ് പോയി കഴിഞ്ഞു. ബാക്കിയുള്ള 11 ശിഷ്യന്മാർ ഹൃദയ നിലവാരങ്ങളെ അറിയുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ ഏറ്റവും അടുത്തുള്ള ബന്ധത്തിൽപ്പെട്ടവർക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരം വേണ്ട നിലയിൽ അറിയണമെന്നില്ല. സഭയിലെ എല്ലാ വിശുദ്ധന്മാർക്കും നമ്മൾ കടന്നു പോകുന്ന വിഷയത്തിൻ്റെ ആഴം അറിയണമെന്നില്ല. ബട്ട് ജീസസ് നോസ് എവ്രി ഹാർട്ട്. അവിടെ ഒരു പദപ്രയോഗം, കലങ്ങിപ്പോകരുത്, കലങ്ങിപ്പോകരുത്, ട്രബിൾഡ് ആകരുത്. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം ഷെയ്ക്കണപ്പാകല്ല്, സ്റ്റേർഡ് ആകല്ല്, അജിറ്റേറ്റഡ് ആകരുത്. ശരിക്കും മനസ്സിലാകണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമുക്കറിയാമല്ലോ. 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 9 വാക്യങ്ങളിൽ 38 വർഷം രോഗിയായി ബെഥസ്ദ കുളക്കരയിൽ കിടന്ന ഒരു മനുഷ്യൻ്റെ സൗഖ്യമാണ്. അവിടെ ഒരു പ്രയോഗമായി 7-ാം വാക്യത്തിൽ, രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ, നമുക്കറിയാം ദൂതൻ ഇറങ്ങി അവിടെ വെള്ളം കലക്കുന്ന ഒരു
കാര്യത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വെള്ളം കലങ്ങുക, ആ സെയിം വാക്കാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, അജിറ്റേറ്റഡ് ആകരുത്, തകർന്നു പോകരുത്, സ്റ്റേർഡപ്പ് ആകരുത്, കലങ്ങരുത്. ഈ അർത്ഥം വരുന്ന വാക്കാണ് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ശരിക്കും ഈ 11 ശിഷ്യന്മാരുടെ ഉള്ളം കലങ്ങി നിൽക്കുകയാണ്. ആ സമയത്താണ് കർത്താവ് അവരോട് ഒരു കൽപ്പനയായിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്തുകൊണ്ടാണ് ഇവരുടെ ഹൃദയം ഇങ്ങനെ കലങ്ങിയിരിക്കുന്നത്? ദ കോസ്, കോണ്ടെക്സ്റ്റ് നമ്മൾ കണ്ടു, ഇവരുടെ കണ്ടീഷൻ കണ്ടു. ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ദ കോസ് ഓഫ് ദെയർ ട്രബിൾഡ് ഹാർട്ട്. അതിന് പല കാരണങ്ങൾ ഉണ്ട് എന്ന പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും. ഒന്നാമത് ഞാൻ മനസ്സിലാക്കുന്നത്, കർത്താവ് രാത്രിയിൽ അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ വിട്ടു പോകുകയാണ്. ഈ രാത്രിയിൽ അവരുടെ കൂടെ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ 12:8, 12:35 കർത്താവ് ഇത് പറഞ്ഞിരുന്നു. എന്നാൽ 13:33 വരുമ്പോഴും കർത്താവ് അത് ആവർത്തിക്കുന്നുണ്ട്. കർത്താവ് അവരെ വിട്ടുപോവുകയാണ്. ഇത് അവരെ സംബന്ധിച്ചുള്ള അവർക്ക് സഹിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഒരുമിച്ച് ദൈവരാജ്യത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട് അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ കണ്ട് അങ്ങനെ അവരും കൂടെ ശുശ്രൂഷിച്ച് അങ്ങനെ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് അവർ അനാഥരായി പോകുമോ, ഫോർസേക്കണായി തീരുമോ എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടായിക്കാണും എന്നാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. കർത്താവിൻ്റെ ആ വാക്കുകൾ അവരുടെ ഹൃദയം കലങ്ങിപ്പോകത്തക്കവണ്ണം ഇടയായിത്തീർന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാം വിട്ടിട്ട് അവർ യേശുവിൻ്റെ വാക്കിന്, യേശുവിനെ അനുഗമിച്ചവരാണ്. പെട്ടെന്ന് കർത്താവരെ വിട്ടേച്ച് പോവുക, അതവർക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയി തോന്നി. അതിനപ്പുറത്ത് ഇത് ദൈവിക പദ്ധതികളും പരിപാടികളൊന്നും അവർക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ ഒക്കുന്നില്ല. അവരുടെ ആ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അവരെ വിട്ട് കർത്താവ് പോവുകയാണ്. അവർ അപ്സെറ്റ് ആകുന്നതായിട്ടാണ് കാണുന്നത്. രണ്ടാമത് നമുക്ക് 12:24, 13:32, 33 ഈ വാക്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് പഠിച്ചാൽ കർത്താവ് പരസ്യമായിട്ട് പറഞ്ഞിരുന്നു, പക്ഷെ ഇപ്പോൾ അവരോട് വ്യക്തിപരമായി പറയുകയാണ് കർത്താവ് മരിക്കാൻ പോവുകയാണ് എന്നുള്ളത്. ശിഷ്യന്മാരെ സംബന്ധിച്ചോളം യഹൂദന്മാർക്കുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് മെസ്സിയായെക്കുറിച്ചുള്ളത് ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ കൺസെപ്റ്റിൽ മശിയ ഒരു കോൺകറിങ് മെസ്സായ ആയിരിക്കും. അവരുടെ എല്ലാ പ്രതീക്ഷയും എന്ന് പറയുന്നത് യേശു മശിയയാണ്, ദൈവരാജ്യം സ്ഥാപിക്കും. പെട്ടെന്ന് യേശു പറയുകയാണ്, ഞാൻ നിങ്ങളെ വിട്ടേച്ച് പോവുകയാണ്. അതവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഈവൻ 12-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടുന്ന് മഹത്വീകരിക്കപ്പെടാനുള്ള നാഴിക വന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവരുടെ മൈൻഡിലിരിക്കുന്നത് നാഴിക വന്നിരിക്കുകയാണ്, ഇപ്പോൾ ആയിരിക്കും ദൈവരാജ്യം അക്ഷരികമായി സ്ഥാപിക്കുന്നത്. ഈ മൈൻഡ് സെറ്റ് പൊതുവേ യഹൂദനുണ്ടായിരുന്നു. ഇത് തന്നെ ആകാനാണ് സാധ്യത തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്കും. അതുകൊണ്ട് their heart became very troubled. കലങ്ങിപ്പോയി അവരുടെ ഹൃദയം. അവരുടെ ചിന്തകൾ പോലെയല്ല കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അവർ ധരിച്ചത് ദൈവരാജ്യം സ്ഥാപിക്കുകയും റോമാക്കാരിൽ നിന്ന് അവരെ കർത്താവ് വിടുവിക്കുകയും ചെയ്യും എന്നുള്ള ആ ചിന്ത നടക്കാതെ വരികയാണ്. അവർ ഹൃദയം കലങ്ങി. മൂന്നാമത്, അവരിൽ ഒരാൾ യേശുവിനെ ഒറ്റിക്കൊടുക്കുമെന്നുള്ള വെളിപ്പെടുത്തൽ 13-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയും. After he had said this, Jesus was troubled in spirit and testified, very truly I tell you, one of you is going to
betray me. ഇവിടെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നാൽ യേശു 21 വാക്യത്തിൽ, after he had said this, Jesus was troubled in spirit and testified. ഇവൻ നശിക്കാൻ പോകുകയാണ് ഈ ജൂഡസ്. 13 അധ്യായത്തിൽ അനേക തവണ അവന് വാർണിങ്സ് ജീസസ് കൊടുക്കുന്നുണ്ട്. ഈവൻ അവൻ്റെ കാല് വരെ യേശു കഴുകുന്നുണ്ട്. എന്നിട്ടും ആ സ്നേഹത്തെ എല്ലാം നിഷേധിക്കുന്ന ജൂഡസിൻ്റെ ആറ്റിറ്റ്യൂഡാണ് 13 അധ്യായത്തിൽ കാണുന്നത്. അതുകൊണ്ട് ജീസസ് ട്രബിൾഡായി. അല്ലാതെ ഇവരെ പോലെ ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ജീസസിനില്ല. അത് 13 അധ്യായത്തിൻ്റെ ആരംഭം മുതൽ നമ്മൾ വായിച്ചാൽ ജീസസ് വാസ്തവത്തിൽ ഇൻ കൺട്രോളാണ്. ഞാനൊന്ന് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 13:1 മുതൽ ശ്രദ്ധിച്ചാട്ടെ. It was just before the Passover festival. Jesus knew that the hour had come for him to leave this world and go to the Father. He already knew. Having loved his own who were in the world, he loved them to the end. അടുത്തത് 3-ാം വാക്യം. Jesus knew that the Father had put all things under his power. ഫാദർ കൺട്രോളിലാണ്, എല്ലാം അവിടുത്തെ കൺട്രോളിലാണ് എന്നുള്ളത് കർത്താവിന് ശരിയായ അറിവുണ്ടായിരുന്നു. ഇൻസെക്യൂർ ഫീലിംഗ് കൊണ്ടല്ല ജീസസിൻ്റെ ഹൃദയം ട്രബിൾഡ് ആണെന്ന് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് one of the 12 was going to perish. ഞാനിത് എടുത്തു പറയാൻ കാരണം ഇത് രണ്ടും തമ്മിലൊരു ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് മറ്റ് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അപ്പം ഇതാണ് ഒരു കാരണം. ജീസസ് വെളിപ്പെടുത്തി, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കാൻ പോവുകയാണ്. ഇത് ശിഷ്യന്മാരെ ട്രബിൾ ചെയ്തു. അതാരാണ്? ഈ 3.5 വർഷം അവർ യേശുവിൻ്റെ കൂടെ നടക്കുകയാണ്. They had no clue. ഇതുപോലെ ഒരുത്തൻ ഇതിൻ്റെ അകത്ത് ഹിഡനാണ്, ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് അറിയില്ല. പെട്ടെന്ന് അവർക്ക് അത് ഷോക്കിംഗ് ആയി. ആൻഡ് ദേ വർ ട്രബിൾഡ് ഇൻ ദെയർ ഹാർട്ട്. ഇതുപോലെ തന്നെ 13 അധ്യായത്തിൻ്റെ 38 അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരിക്കുന്ന പത്രോസ് യേശുവിനെ ഡിസോൺ ചെയ്യും എന്നുള്ളതും കർത്താവ് വെളിപ്പെടുത്തി. അവർ ഷോക്കായിപ്പോയി. ഇത്രയധികം ഒരു ലീഡറായി ശോഭിക്കുന്ന പീറ്റർ കർത്താവിനെ തള്ളിപ്പറയുമെങ്കിൽ ബാക്കിയുള്ള ഞങ്ങളുടെയൊക്കെ ഗതി എന്താണ്? They were troubled in their heart. അത് മാത്രമല്ല, മത്തായി 26:31 നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കൽ ഇടറും, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കൽ ഇടരും. They were shocked. അവർക്ക് അവരെക്കുറിച്ച് അങ്ങനെ തോന്നുന്നില്ല. But Jesus is predicting that they are all going to desert him. അപ്പം ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ യേശു ചെയ്തപ്പോൾ അവരുടെ ഹൃദയം കലങ്ങാൻ തുടങ്ങി. എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? 14 അധ്യായത്തിൻ്റെ 27 വാക്യത്തിൽ ജീസസ് ഒരു വലിയ ഓഫർ കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അതാരോടാണ് പറയുന്നത്? ശിഷ്യന്മാരോടാ. അവരുടെ ഹൃദയത്തിൻ്റെ നിലവാരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ ഹൃദയം കലങ്ങിയിരിക്കുക. എന്തുകൊണ്ട് കലങ്ങി? അപ്പർ റൂമിൽ ഇരിക്കുമ്പോൾ ജീസസ് കുറെ വെളിപ്പാടുകൾ അവർക്ക് കൊടുത്തു. അതിൻ്റെ ഗൗരവം അവർ മനസ്സിലാക്കിയപ്പോൾ അവരുടെ ഹൃദയം കലങ്ങി. ഇത് മാത്രമല്ല, 5ാമത് എനിക്ക് പറയാനുള്ളത്, 13 അധ്യായത്തിൻ്റെ ആരംഭം തൊട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ, പ്രത്യേകിച്ച് 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളൊക്കെ, ശിഷ്യന്മാർ ആ രാത്രിയിൽ നടന്ന പല കാര്യങ്ങൾ, അതിൽ അവർ ട്രബിൾഡായി. ശരിക്കു പറഞ്ഞാൽ അവരിൽ ഒരാളായിരുന്നു എഴുന്നേറ്റ് മറ്റൊരാളിൻ്റെ കാൽ കഴുകേണ്ടിയിരുന്നത്. എന്നാൽ അവരുടെ നിഗള മനോഭാവം നിമിത്തം,
ഞങ്ങളിൽ വലിയവൻ ആരാണ് എന്നുള്ള മനോഭാവം നിമിത്തമാണ് അവർ മസിൽ പിടിച്ചിരുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവരുടെ ഇടയിൽ നിന്ന് കർത്താവ് എഴുന്നേറ്റ് അവരുടെ ഓരോരുത്തരുടെയും കാല് കഴുകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് ഷോക്കിംഗ് ആയി മാറി. ശരിക്കും അവരുടെ ആ നിഗള മനോഭാവത്തിന് ഒരു താക്കീതൂടെയായിരുന്നത്. ഇങ്ങനെ ഉള്ള പല കാര്യങ്ങൾ നിമിത്തമാണ് ശിഷ്യന്മാരുടെ ഉള്ളം കലങ്ങിയിരുന്നത്. ഈ കലങ്ങിയിരിക്കുന്ന ശിഷ്യന്മാരെ അടുത്ത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കംഫോർട്ട് ചെയ്ത് യേശു. കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കി. എന്തായിരുന്നു കോണ്ടെക്സ്റ്റ്? പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് ഈ ശിഷ്യന്മാരുടെ ഹൃദയത്തിൻ്റെ നിലവാരമാണ്, അവരുടെ കണ്ടീഷൻ എന്താണ്, അതിൻ്റെ കോസ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ കലങ്ങിയിരിക്കുന്നവരെ കംഫോർട്ടിംഗ് പ്രോമിസസ് ഓഫ് ജീസസ്. നിങ്ങളുടെ കൈവശം ഒരു പേനയും ഒരു ഷീറ്റ് കടലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് എഴുതിയെടുക്കാം. 14-ാം അധ്യായത്തിൽ ഹൃദയം കലങ്ങിയിരിക്കുന്ന ശിഷ്യന്മാർക്ക് കർത്താവ് 7 വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നു. 7 promises to comfort the troubled hearts of his disciples. 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിച്ചതാണ് ഒരു പ്രാവശ്യം കൂടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അത് ഒരു കൽപ്പനയാണ്. കർത്താവ് എന്നിട്ട് 7 വാഗ്ദത്തങ്ങൾ അവരുടെ ഹൃദയത്തെ ഒന്ന് കാം ഡൗൺ ചെയ്യാൻ കൊടുക്കുകയാണ്. ഈ 7 വാഗ്ദത്തങ്ങളിൽ പ്രത്യേകം ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഒരൊറ്റ വാഗ്ദത്തം പോലും മെറ്റീരിയൽ വാഗ്ദത്തം അല്ല. വീട് തരാം, വണ്ടി തരാം, വയല് തരാം, ബാങ്ക് ബാലൻസ് തരാം, ഇതല്ല വാഗ്ദത്തം. All promises to comfort them were spiritual promises. ഇപ്പോൾ ദൈവമക്കളെ, ഇങ്ങനെ ഈ പാൻഡമിക്കൊക്കെ ഈ ഔട്ട് ബ്രേക്ക് വന്ന് എല്ലാവരും ഇപ്പോൾ ലോക്ക്ഡൗണിലാണ്. ഇതിനു മുൻപിവിടെ എന്തായിരുന്നു? അങ്ങ് വാഗ്ദത്തങ്ങളുടെ കലവറയല്ലായിരുന്നു. ഇത് വല്ലതും നടന്നോ? നമ്മൾ മനസ്സിലാക്കണം ഇത്. ഞാൻ എപ്പോഴും ന്യൂ ലൈഫിലുള്ള ദൈവമക്കളോട് കാര്യം പറയും. പക്ഷേ പലർക്കും അതിൻ്റെ ഗൗരവം അന്നൊരു പക്ഷെങ്കിൽ മനസ്സിലായി കാണത്തില്ല. ഇപ്പോഴെങ്കിലും നമുക്കിത് മനസ്സിലാകണം. എനിക്ക് നിങ്ങളോട് ദൈവവചനത്താൽ അഭ്യർത്ഥിക്കാനുള്ളത്, ദൈവസ്നേഹത്തിൽ അപേക്ഷിക്കുവാനുള്ളത്, യേശുവിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വാ പ്രിയമുള്ളവരെ. നമ്മുടെ ഈ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഇന്നിത് സഹായിക്കാൻ പര്യാപ്തമല്ല. കുറെ ആളുകൾ ചിന്തിച്ചു സയൻസാണ് വലുത്. എന്തിയാ ഇപ്പൊ സയൻസ്? സകലരും മുട്ടുമടക്കിയില്ലേ ഒരു ചെറിയ വൈറസിന്റെ മുൻപിൽ? യേശുവിങ്കലേക്ക് മടങ്ങി വാ. യേശു ട്രബിൾഡ് ഹാർട്ട്സിന് കൊടുക്കുന്ന വാഗ്ദത്തം എന്താ? അനേക ഭൗതിക വാഗ്ദത്തങ്ങൾ പറഞ്ഞവരെ നമ്മളിപ്പോൾ കാണുന്നില്ല. അനേക ഭൗതിക വാഗ്ദത്തങ്ങൾ ഉൾക്കൊണ്ടവർക്ക് അവർക്ക് ഇന്ന് മനപ്രയാസമാണ്. അവരുടെ ഹൃദയം കലങ്ങുകയാണ്. സ്വരൂപിച്ചു വെച്ച കാര്യത്തിൽ എന്തായിത്തീരും? കർത്താവ് ഫൈനൽ നൈറ്റിലാണ് അവരോട് പറയുന്നത്. ദിസ് ഇസ് ദ ലാസ്റ്റ് നൈറ്റ് before Jesus is going to be crucified. What is he telling? He is giving them promises, eternal promises. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഒരു വൈറസിനും പിടിച്ചൊതുക്കാൻ കഴിയാത്ത, ലോകത്തിലെ ഒരു ശക്തിക്കും ഒതുക്കാൻ കഴിയാത്ത നിത്യമായ വാഗ്ദത്തങ്ങൾ. ദൈവമക്കൾ ഇത് മനസ്സിലാക്കണം. ഇനിയുമെങ്കിലും മനസ്സിലാക്കണം. ഞാൻ വേഗത്തിൽ ആ വാഗ്ദത്തങ്ങളെ നിങ്ങളുടെ മുൻപിൽ ഒന്ന് കൊണ്ടുവരാം. ഇനിയെങ്കിലും ഞാൻ ദൈവമക്കളോട് ഒരു അപേക്ഷയുണ്ട്.
ബെരോവയിലുള്ള ഉത്തമന്മാരെ പോലെ ആയിരിക്കണം നിങ്ങൾ. എന്താണ് അവരെ കുറിച്ച് പറയുന്നത്? അപ്പോസ്തലപ്രവൃത്തി 17:11. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. ആര് പ്രസംഗിക്കുമ്പോൾ? അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിക്കുമ്പോൾ അവർ വിമർശനമൊന്നുമില്ല, അവർ ഓപ്പൺ ഹാർട്ടായിട്ട് അവർ കൈക്കൊണ്ട്, പക്ഷെ കൈക്കൊണ്ട് വെച്ച് ദിനംപ്രതി പരിശോധിക്കുകയും ചെയ്യും. അവർക്കുള്ള പഴയ നിയമ ദൈവവചനം അത് ആധാരമായി വെച്ചുകൊണ്ട് അതിന് യോജിക്കുന്നതാണോ ഈ പറയുന്നതെന്ന് they used to compare it, intensely study it. എന്നിട്ട് മാത്രമേ പൗലോസ് പറഞ്ഞതാണെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. അല്ലാതെ വരുന്ന വാക്കിന് കൈയടിക്കുന്നവരല്ല ബെരോവയിലുള്ള ഉത്തമന്മാർ. അങ്ങനെ ഒരു മൈൻഡാണ് നമുക്ക് ആവശ്യം. അല്ലാതെ നാട്ടിൽ കേൾക്കുന്ന ഏതെങ്കിലും വാഗ്ദത്തം എന്ന് പറയുന്നത് ഇതൊക്കെ ദൈവവചനത്തിലുള്ളതാണോ? ജീസസ് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അത്ഭുതമാണ്. പാൻഡമിക് ഔട്ട്ബ്രേക്ക് കഴിഞ്ഞിട്ടും ഇപ്പോൾ വാട്സപ്പിൽ കളികളാണ്. എന്താ? ഇങ്ങനെ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന രാജ്യത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, എന്നിട്ട് ബാക്കിയൊന്നുമില്ല. ഇതൊരിടത്തുനിന്ന് എടുത്ത് അങ്ങോട്ടിടുന്നു, അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ടിടുന്നു. സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് റിട്ടേൺ ടു ജീസസ്. നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാനും പ്രാർത്ഥനയിൽ മുന്നേറുവാനും സമയം കണ്ടെത്തുന്നതിന് പകരം രാവിലെ തൊട്ട് രാത്രി ഉറങ്ങുന്നിടം വരെ നെറ്റിനകത്ത് സന്ദർശകരുണ്ട്. നമ്മൾ ഇനിയും മാനസാന്തരപ്പെടണം. ബെരോവയിലുള്ള ഉത്തമന്മാർ, Paul is preaching the word, but they were studying it. അതങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് അവസാന രാത്രിയാണ്. ശരിക്കും ജീസസ് ഇൻറ്റൻസീവായിട്ട് ജീസസിനെ അവർ ഉപദ്രവിക്കും. അവസാനം യേശു ക്രൂശിൽ കയറും. വാസ്തവത്തിൽ യേശുവിനെ കംഫോർട്ട് ചെയ്യേണ്ടിയിരുന്നു. അതിനു പകരം യേശു അനുഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നന്നായി മനസ്സിലാക്കി തന്നെ അവിടുന്ന് ഈ ശിഷ്യന്മാരുടെ ഹൃദയത്തിൻ്റെ നിലവാരം മനസ്സിലാക്കി അങ്ങോട്ട് അവരെ ആശ്വസിപ്പിക്കുകയാണ്. വാഗ്ദത്തങ്ങൾ പറഞ്ഞ് വേഗത്തിൽ വാഗ്ദത്തങ്ങൾ എഴുതിയെടുക്കുക. 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ the promise of eternal dwelling, നിത്യമായ ഭവനത്തെക്കുറിച്ചുള്ള വാഗ്ദത്തം. എന്തിനാ കർത്താവ് പോകുന്നത്? നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ. എൻ്റെ പിതാവിൻ്റെ ഭവനം, അനേക വാസസ്ഥലങ്ങൾ അവിടെയുണ്ട്. പിതാവിൻ്റെ ഭവനം എന്നൊക്കെ പറയുന്നത് it talks about heaven. It is another way of saying heaven. ഇതാണ് കർത്താവ് പറഞ്ഞ ആദ്യത്തെ വാഗ്ദത്തം. നമുക്കുമുള്ള വാഗ്ദത്തമാണത്. ഹൃദയം കലങ്ങിപ്പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിത്യമാകുന്ന പ്രത്യാശയാണ് നമ്മുടെ കലക്കത്തെ മാറ്റുന്നത്. അല്ലാതെ ഇവിടുത്തെ ഷെയർ മാർക്കറ്റ് തകർന്നു പോയി ബ്രദറേ. ഷെയർ മാർക്കറ്റ് തകർന്നതും ബിസിനസ് തകർന്നതും ഒന്നുമല്ല നമ്മുടെ വിഷയം. അവർക്ക് കൊടുക്കുന്ന വാഗ്ദത്തം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് അബൌട്ട് ഇറ്റേണൽ ഡ്വെല്ലിംഗ്. 2 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദ പ്രോമിസ് ഓഫ് നോയിങ് ദ ഫാദർ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ വ്യക്തിപരമായി അറിയാൻ, ഇൻറ്റിമേറ്റായിട്ട് അറിയാനുള്ള വാഗ്ദത്തം. 12 വാക്യം ദ പ്രോമിസ് ഓഫ് ഡൂയിങ് ഗ്രേറ്റർ വർക്ക്സ്. ഞാൻ ചെയ്തതിലും വലിയ വേല, ഗ്രേറ്റർ വർക്ക്സ് നിങ്ങൾ ചെയ്യും. എന്താ അതിൻ്റെ അർത്ഥം? മോനെ, ശുശ്രൂഷ തീരുകയല്ല ഞാൻ പോകുന്നത് കൊണ്ട്. യു ഹാവ് എ മിനിസ്ട്രി. വാഗ്ദത്തം കൊടുക്കുകയാണ്.
ആ ഗ്രേറ്റർ വർക്ക്സ് എന്നുള്ളതൊന്നും ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്ത് വളരെ വികലമായി വ്യാഖ്യാനിച്ച് ഇന്ന് ഏതൊക്കെയോ മിനിസ്ട്രി എല്ലാം കർത്താവിനെക്കാട്ടി വലിയ മിനിസ്ട്രിയാണ് അവർ ചെയ്യുന്നതെന്ന് ആളുകളെ ധരിപ്പിക്കാൻ ഈ വാക്യമെടുക്കും. അതല്ല അതിൻ്റെ അർത്ഥം. ജീസസിനേക്കാൾ ക്വാളിറ്റിയിൽ ഒരു കാര്യവും കൂടുതൽ ആർക്കും ചെയ്യാൻ ഒക്കത്തില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഗ്രേറ്റർ വർക്ക്സ്, ദേ ഹാവ് എ മിനിസ്ട്രി. അതിനുശേഷം 13-14 വാക്യത്തിൽ ദ പ്രോമിസ് ഓഫ് ആൻസേർഡ് പ്രയർ, പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുമെന്നുള്ള വാഗ്ദത്തം. 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ 5-ാമത്തെ വാഗ്ദത്തം, ദ പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആ ഭാഗമൊക്കെ ശരിക്കും നമ്മൾ പഠിക്കേണ്ടതാണ്. എൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇന്ന് അതല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം വിശദീകരിക്കാനായി സമയം ഇപ്പോൾ എടുക്കുന്നില്ല. ന്യൂ ലൈഫിലുള്ള ദൈവമക്കൾ ഈ പ്രസംഗങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ഒരു സ്റ്റഡി നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അവിടെ ഈ കാര്യങ്ങളിലൊക്കെ വിശദീകരണം ദൈവകൃപയിൽ ആശ്രയിച്ച് പറയുന്നുണ്ട്. ദ പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. യേശു പറഞ്ഞതാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. We have the promise of the Holy Spirit. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുള്ളത് എന്തിനാണ്? ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇറ്റ്സ് ജസ്റ്റ് ടു ക്ലാപ്പ് ഹാൻഡ്സ്, ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ സിംഗിങ്. അതൊരു ചെറിയ ഭാഗമാണ്. പരിശുദ്ധാത്മാവാം ദൈവം ഒരുവൻ്റെ ഉള്ളിൽ അവനെ നിയന്ത്രിക്കുകയാണെങ്കിൽ, if you are spirit filled and controlled by the Holy Spirit, അതിനെക്കാട്ടിൽ ജോയ് എന്താണ്? ആത്മാവല്ലേ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് കൊണ്ടുവരുന്നത്? ആത്മാവല്ലേ ഈ വചനങ്ങൾ നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നത്? ആത്മാവല്ലേ കർത്താവ് പറഞ്ഞ് നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നത്? See, the mighty Holy Spirit is promised to a believer. അതിനുശേഷം 6-ാമത് 22, 23, 24 വാക്യം, promise of the presence of the triune God. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു വിശുദ്ധന്, ഒരു ശിഷ്യന് കർത്താവ് വാഗ്ദത്തം ചെയ്യുകയാണ്. What an amazing life! അല്ലാതെ കുറെ ഭൗതിക കാര്യങ്ങളല്ല യേശു അവസാനം പറയുന്ന വാഗ്ദത്തങ്ങൾ. 7-ാമത് നമ്മുടെ വായിച്ച കുറിവാക്യത്തിലേക്ക് വരുന്നു. 27-ാം വാക്യം, the promise of supernatural peace. മെറ്റീരിയൽ ഒരു കാര്യവുമില്ല ഇതിനകത്ത്. ഇത് തന്നെ നമ്മുടെ കണ്ണ് തുറക്കണം. എന്നെ കേൾക്കുന്ന ലോകത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരോടും കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ ദൈവസ്നേഹത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നാം ഒരു പക്ഷെങ്കിൽ വേറൊരു ഐഡിയയിൽ ഇരുന്നവരായിരിക്കാം. Just look at the plain words of Jesus. ലോകത്തിൽ ഏതെങ്കിലും ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുവാനല്ല ദൈവം നമ്മളെ കണ്ടത്, നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. He is giving us eternal promises. ഇത് ഒരു ശത്രുവിന് എന്നിൽ നിന്ന് എടുക്കാനൊക്കത്തില്ല. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. യേശുവിൻ്റെ ആ വിടവാങ്ങൽ ദൂതായി, ആ ഫെയർവെല്ല് കേവലം അതൊരു ആശംസയല്ല, അതൊരു വാഗ്ദത്തമാണ്. കുറെ ഭംഗിവാക്കുകൾ പറഞ്ഞേച്ച് പോവുകയല്ല, അത് നിത്യമായ ഒരു പ്രോമിസാണ്, ഒരു വാഗ്ദത്തമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ആ ഒരു വാക്യത്തിൽ സമാധാനം എന്ന വാക്ക് 2 തവണ ആവർത്തിച്ചിട്ടുണ്ട്. 2-ാമത്തെ തവണ എൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ He is the source of peace. അവനാണ് സമാധാനത്തിൻ്റെ ഉറവ.
എനിക്ക് യേശുവിനെ കിട്ടിയാൽ ജീസസ് ഈസ് എവറിത്തിങ് ടു മീ, ഹി ഈസ് മൈ ബ്ലെസ്സിങ്. ഒരുപാട് ആളുകൾ നട്ടം തിരിയുന്നുണ്ട്. ബ്ലെസ്സിങ് ബ്രദർ, ബ്ലെസ്സിങ് ബ്രദർ. വാട്ട് ഈസ് ദ ബ്ലെസ്സിങ്? ജീസസ് ഈസ് മൈ ബ്ലെസ്സിങ്. ഇൻ ഹിം ഐ ഹാവ് എവറിത്തിങ്. ശരിക്കും ദൈവമക്കളൊന്ന് ചിന്തിച്ച്, അവനാണ് സമാധാനത്തിൻ്റെ ഉറവ. നിങ്ങൾ ശ്രദ്ധിക്കുക, ലോകത്തിലെ ഒരു പൊസഷനോ ഒന്നുമല്ല ജീസസ് വാഗ്ദത്തം ചെയ്യുന്നത്. സാധാരണ ലൗകികരായ മനുഷ്യര് അവർ ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെടുമ്പോൾ അവരവരുടെ മക്കൾക്ക് കൊടുത്തേച്ച് പോകുന്നത് എന്താണ്? ഭൗതികമായ വസ്തുക്കളാണ്, അല്ലേ? അത് വേണ്ട നിലയിൽ ഡിവിഷനും ഒക്കെ വരുത്തി മക്കൾക്ക് കൈമാറിയിട്ട് പോകും. വീട്, വസ്തു, പിന്നെ മറ്റ് സാധനങ്ങൾ ഒക്കെ അവർ കൊടുത്തേച്ച് പോകും. ജീസസ് ഇങ്ങനെ ഒന്നുമല്ല. വീടോ ലാൻഡോ തുണികളോ പണമോ ഒന്നുമല്ല. എന്താ കാര്യം? He did not have all that. യേശു അങ്ങനെ ഭയങ്കര പ്രോപ്പർട്ടികൾ മേടിച്ച് ഏക്കർ കണക്കിന് വാട്ട് എ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞിരുന്ന ആളല്ല പ്രിയമുള്ളവരെ. അതല്ല തൻ്റെ അനുയായികൾക്ക് കൊടുക്കുന്നത്. He is giving them eternal promises. ഇവിടെ ഈ സമാധാനം എന്നുള്ള ആ വാക്ക് കേന്ദ്രീകരിച്ച് രണ്ട് കാര്യം പറയാം. ഈ സമാധാനത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ, നേച്ചർ ഒന്ന് മനസ്സിലാക്കാൻ, ബൈബിളിൽ 2 നിലകളിൽ സമാധാനം ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഒബ്ജക്റ്റീവായിട്ടും മറ്റേത് സബ്ജക്റ്റീവായിട്ടും. ഒബ്ജക്റ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് ദൈവത്തോട് സമാധാനം. ഞാനത് കുറച്ചുകൂടെ പറയാം. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. പീസ് വിത്ത് ഗോഡ്. അപ്പോൾ അതിൽ അന്തർലീനമായി കിടക്കുന്ന എന്താണെന്നറിയാമോ? നീതീകരിക്കപ്പെടുന്നതിന് മുമ്പ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതിന് മുമ്പ് നാം ദൈവസന്നിധിയിൽ ദൈവത്തോട് റിബല്യസ് ആയിരുന്നു. മനുഷ്യനും ദൈവവും തമ്മിൽ യുദ്ധമായിരുന്നു. യേശുക്രിസ്തുവിലൂടെ വിശ്വാസത്താലുള്ള നീതീകരണം എനിക്ക് കിട്ടി. ദൈവം എന്നെ ക്രിസ്തുവിൻ്റെ നീതി എൻ്റെ മേൽ കണക്കിട്ട് എന്നെ അംഗീകരിക്കുന്നു. അങ്ങനെ എനിക്ക് ദൈവത്തോട് സമാധാനമുണ്ടായി. ബിക്കോസ് ഐ ആം റീകൺസൈൽഡ് വിത്ത് ഗോഡ് ബിക്കോസ് ഓഫ് ദ ഗോസ്പൽ. അവിടെ സമാധാനം ഒബ്ജക്റ്റീവായിട്ടാണ്. നേരത്തെ നമ്മൾ റിബല്യസ് ആയിരുന്നു എന്നതാണ് തിരുവെഴുത്തുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത്. കുറിച്ചെടുക്കേണ്ടവർക്ക് റോമാലേഖനം 5-ന്റെ 10, 11 ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറിച്ചെടുക്കാം. We were rebellious. People were at war with God. God's wrath was on sinners and rebellious people. പക്ഷെ നമുക്കുണ്ടായ വലിയ മിറക്കിൾ എന്താണ്? സുവിശേഷം എത്ര മഹത്വമേറിയതാണ്. We are justified by faith. വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടു. ഇതാണിപ്പോൾ റോമാലേഖനം പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ വിശദീകരണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ടായി. എന്നാൽ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അത് ദ പീസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തെ കാക്കുന്നു. ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് ഞാൻ പറഞ്ഞാൽ, ഒബ്ജക്റ്റീവായിട്ടുള്ള ഈ പീസ് നിമിത്തമാണ് സബ്ജക്റ്റീവായിട്ടുള്ള പീസ് നാം അനുഭവിക്കുന്നത്. ദൈവത്തോട് സുവിശേഷം നിമിത്തമുണ്ടായ റിക്കൺസിലിയേഷൻ നിമിത്തം, സമാധാന നിമിത്തമാണ് നമ്മുടെ ഹൃദയം ഇന്ന് ദൈവത്തിൻ്റെ സമാധാനത്താൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ
ഗ്രഹിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കാര്യം നിങ്ങളോട് പറയാം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, എന്തെല്ലാം വിഷയങ്ങളൊക്കെ വരട്ടെ, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളും പാരവെപ്പുകളും എന്ന് വേണ്ട, ട്രയൽസ് ആൻഡ് കോൺഫ്ലിക്ട്സ് ആൻഡ് chaos and whatever you can think, അതിൻ്റെ എല്ലാം നടുവിലാണ് ദൈവം തൻ്റെ സൂപ്പർ നാച്ചുറൽ പീസ് തന്നെ നമ്മളെ നിലനിർത്തുന്നത്. ഇതാണ് ഒരു വിശുദ്ധന്റെ സാക്ഷ്യം. മറ്റുള്ളവരെ പോലെ പല കാര്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർ പ്രതികരിക്കുന്നത് പോലെ അല്ല ഞാൻ നിങ്ങളും പ്രതികരിക്കുന്നത്. ഈ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധിയുടെ നടുവിൽ ഞാനും നിങ്ങളും ആത്മാവിൽ ആരാധിച്ചും ദൈവവചനം വായിച്ചും കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ കാരണം, വെളിയിൽ ആളുകൾ നോക്കുമ്പോൾ ഇളകി മറിയുകയാണ് സാഹചര്യം, പക്ഷേ എൻ്റെ ഉള്ളത്തിൽ ഇളകി മറിയാതെ എന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവിക സമാധാനമുണ്ട്. ആ സമാധാനമാണ് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, എത്ര വലിയ കാര്യമാണ് ഇത്! പൈസ കൊടുത്താൽ കിട്ടൂല. ഇത് വാസ്ത എന്ന് പറഞ്ഞാൽ പിടിപാടുണ്ട്, കിട്ടത്തില്ല. ഇത് ദൈവവുമായി വ്യക്തിപരമായ ബന്ധം യേശുക്രിസ്തുവിലുള്ള ഏത് വ്യക്തിക്കും അനുഭവിക്കുവാൻ കഴിയും. That is the peace that Jesus is offering. ആ ഒരു ഹൃദയത്തിലെ സ്വസ്ഥത, the calm in the midst of storms, ഇതാണ് ജീസസ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പം ശരിക്കും ഈ സബ്ജക്റ്റീവ് പീസ് എന്ന് പറയുന്നത്, അത് നമുക്ക് കിട്ടുന്നത് ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഓഫ് ബീയിങ് റീകൺസൈൽഡ് വിത്ത് ഗോഡ്, അവിടെ നിന്നാണ് കിട്ടുന്നത്. ഞാനൊരു ഇലസ്ട്രേഷൻ നിങ്ങളോട് പറയാം. ശരിക്കും ആ അനുഭവിക്കുന്ന ആ സമാധാനം ഒന്ന് ഇലസ്ട്രേറ്റ് ചെയ്യാൻ ഞാൻ കേട്ട ഒരു കഥ നിങ്ങളോട് പറയാം. ഒരു സ്ഥലത്ത് കലാകാരന്മാരെ, പെയിൻറ്റേഴ്സിനെ വിളിച്ചുകൂട്ടി. അവർ കൊടുത്ത വലിയ ഒരു വിഷയം ഇതാണ്: വരയ്ക്കാൻ സമാധാനം പെയിന്റ് ചെയ്യുക. സംഘാടകരുടെ മനസ്സിലുണ്ടായിരുന്നത് ഈ സമാധാനത്തിൻ്റെ എസെൻസ് പെയിന്റിങ്ങിൽ വെളിപ്പെടണം. അങ്ങനെ വെളിപ്പെടുത്തുന്ന ആളിന് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുക. കോമ്പറ്റീഷൻ തുടങ്ങി. ഓരോരുത്തർ ഓരോ നിലയിൽ പെയിന്റ് ചെയ്യാൻ തുടങ്ങി. ഒരാൾ പെയിന്റ് ചെയ്തത് സൺസെറ്റ്, സൂര്യൻ അസ്തമിക്കുന്നു, എല്ലാം സമാധാനം പോലെ ആ ഒരു അന്തരീക്ഷം വരച്ചു വെച്ചു. വേറെ ഒരാൾ ഒരു തടാകം, അത് നിശ്ചലമായി ശാന്തമായി കിടക്കുന്നു, അങ്ങനെ ഒരു സീനറി. ഇങ്ങനെ ഓരോരുത്തർ ഓരോ ചിത്രങ്ങൾ പെയിന്റ് ചെയ്തു. ഇവർക്കാർക്കും അല്ല അവാർഡ് കിട്ടിയത്. അവാർഡ് കിട്ടിയ ഒരാളുടെ ചിത്രം ഞാൻ ഒന്ന് വിവരിക്കാൻ ശ്രമിക്കാം. അദ്ദേഹം വരച്ചു വെച്ചിരിക്കുന്നത് ഒരു വലിയ വെള്ളച്ചാട്ടം, ഭയങ്കര വലിയ വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിൽ വെള്ളം വളരെ ഉയരത്തിൽ നിന്ന് ഡീപ്പായിട്ട് വന്ന് വീഴുകയാണ്. വീഴുന്നത് വലിയ പാറ കഷ്ണങ്ങളുടെ മേൽ, പാറയുടെ മേല വളരെ ഭയങ്കര ശബ്ദത്തോടെ വയലൻ്റായി ഉയരത്തിൽ നിന്ന് ഈ വെള്ളം വന്ന് അടിച്ചു വീഴുകയാണ്. അടിച്ചു വീണ് ഇത് തെറിക്കുന്നുണ്ട്. ഇതിൻ്റെ നടുവിലെ ഈ പാറക്കെട്ടുകളുടെ തൊട്ടടുത്ത് ഒരു മരം. ആ മരത്തിന് പല ശിഖരങ്ങളുണ്ട്. അതിലെ ഒരു ശിഖരം ഈ വെള്ളം ഇത്ര ഭയാനകമായി വന്ന് ഒരു റോറിങ്ങോടെ അടിക്കുന്ന ഈ വയലൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഒരു ശിഖരം അതിൻ്റെ അടുത്തൂടെ പോയിട്ടുണ്ട്. ആ ശിഖരത്തിൽ ഒരു പക്ഷിയുടെ നെസ്റ്റ്, ആ കൂടിനകത്ത് ചിത്രകാരൻ പെയിന്റ് ചെയ്തിരിക്കുക. പക്ഷി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണ് കർത്താവ് വാഗ്ദത്തം ചെയ്ത പീസ്. അല്ലാതെ ചിലർ ചിന്തിക്കുന്നത് പോലെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് സകല ടെൻഷനുകളും ട്രയലുകളും എല്ലാം നീക്കിക്കഴിയുമ്പോൾ സ്വസ്ഥത, അതല്ല. പ്രശ്നങ്ങളുടെയും പ്രതികൂലത്തിൻ്റെ നടുവിൽ ഒരു ദൈവ പൈതൽ അനുഭവിക്കുന്ന ആ സമാധാനം,
ആ പക്ഷി കിടന്ന് ഉറങ്ങിയതുപോലെ ചിത്രകാരൻ വരച്ചു. അയാൾക്കാണ് ടോപ്പായിട്ട് ഗ്രേഡ് കിട്ടിയത്. അതൊരു നല്ല ഉത്തമ ഉദാഹരണമാണ് ശരിക്കും വാട്ട് ഈസ് പീസ്. ജീസസ് പറയുന്ന ആ പീസ് എന്ന് പറയുന്നത് ഇതാണ്. ഹി ഈസ് ക്ലെയിമിങ് ദിസ്. എക്സാക്ട്ലി ജീസസ് അഡ്രസ് ചെയ്യുന്നത് ഇതാണ്. ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങിയിരിക്കുമ്പോൾ അവരോട് പറഞ്ഞത്, മോനെ ഞാൻ പോവും, കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു കുഴപ്പം വരത്തില്ല. അതല്ല. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ദ ട്രബിൾസ് യു വിൽ ഹാവ് പീസ്. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ ഞാനത് അവസാനം പറയാം. ദ പീസ് ദാറ്റ് പാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിങ്, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. എത്ര വലിയ കാര്യമാണ്. പാൻഡമിക്കും കോവിഡും ഒക്കെ ആയിട്ട് വാട്ട് എവർ ഈസ് ദേർ, ദൈവ പൈതലിന് ഇത് ഇളക്കാനൊക്കത്തില്ല. ദൈവ പൈതലിന് ഇത് ഇളക്കാനൊക്കത്തില്ല. അവനും മറ്റുള്ളവരെ പോലെ ലോക്ക്ഡൗണും ഷട്ട് ഡൗണും ഒക്കെ ആയിട്ടിരിക്കുന്നു. പക്ഷെ അവൻ്റെ അകത്ത് there is peace. അവൻ്റെ ചുറ്റുവട്ടത്തും ആളുകളെല്ലാം ഇളകി പറയുമ്പോൾ he's calm in the Lord. അത് സ്വാഭാവികമായി വന്നതല്ല. that is supernatural. അത് തന്നത് the mighty Holy Spirit has imparted it. ജീസസ് തന്നു. the Spirit has brought it into our hearts. ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ praise the Lord for the peace that passeth all understanding. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനു വേണ്ടി ഒന്നും വർക്ക് ചെയ്യണ്ട. നിങ്ങളത് അർഹിക്കുന്നതുമല്ല. it is my gift to you. ന്യൂ ലൈഫിലെ പ്രിയ സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കണം. It is not because we are doing something. It is because we are reconciled to God. ദൈവവുമായിട്ട് ക്രിസ്തുവിലൂടെ വ്യക്തിപരമായ ബന്ധമുള്ളത് കൊണ്ടാണ്. We don't deserve it. We cannot earn it. It is a gift. It is by the grace of Jesus. Unconditionally. നമ്മുടെ യാതൊരു നിലയിലുമുള്ള ഒരു മെറിറ്റ് കൊണ്ടുമല്ല. അവിടെ നോക്കി, സമാധാനം ഞാൻ നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ബഹുവചനത്തിലാണല്ലോ. എന്ന് പറഞ്ഞാൽ ആ 11 പേരും ഇത് അനുഭവിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ 11 പേര് കർത്താവിൻ്റെ കൂടെ നടന്ന് 3.5 വർഷക്കാലം ട്രെയിൻഡാണ്. ദേ സോ മൈറ്റി മിറക്കിൾസ്. അത് മാത്രമല്ല, അവരെ ശുശ്രൂഷയ്ക്ക് അയച്ചപ്പോൾ അവർ ധാരാളം അത്ഭുതങ്ങൾ ചെയ്തവരാണ്. അവരുടെ ഹൃദയം ട്രബിൾഡായി. അവർക്ക് ഈ സമാധാനം വേണമെങ്കിൽ നമുക്ക് വേണം, എനിക്ക് വേണം, നിങ്ങൾക്ക് ഈ സമാധാനം വേണം. ഒരു കെയോട്ടിക് വേൾഡിലാണ് നാം താമസിക്കുന്നത്. ട്രബിൾസം വേൾഡാണ്. പ്രോബ്ലംസ് ഉള്ള വേൾഡാണ്. നിങ്ങൾക്കറിയാമോ, ലോകത്തിലുള്ളവർ പേഴ്സണൽ പ്രോബ്ലമുണ്ട്, ഫാമിലി പ്രോബ്ലമുണ്ട്, നാഷണൽ ലെവലിലുണ്ട്, ഇൻ്റർനാഷണൽ ലെവലിലുണ്ട്. എവ്രിവെയർ ദർ ഇസ് പ്രോബ്ലം. അതിൻ്റെ നടുവിൽ ഈ 11 ശിഷ്യന്മാരോട് പറഞ്ഞത് നമുക്ക് വേണ്ടിയുമാണ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ടു അസ് ഫ്രം ദ മാസ്റ്റർ. ലോകത്തിൽ ഏത് നേതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ദിസ് ഇസ് വാട്ട് മേക്സ് ക്രിസ്ത്യാനിറ്റി സോ സ്പെഷ്യൽ. അല്ലാതെ ഇത് തപസ്സിരുന്ന് കിട്ടുന്നതല്ല കേട്ടോ. ഇതേതോ ജപിച്ചത് കൊണ്ട് കിട്ടുന്നതല്ല. ദിസ് ഇസ് എ ഗിഫ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് സൂപ്പർ നാച്ചുറൽ. അല്പം കൂടെ ഞാൻ പറയാം. ആ 2ാം ഭാഗത്ത് എൻ്റെ സമാധാനമെന്ന്, ദാറ്റ് ഈസ് അമേസിങ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഒരു വിശദീകരണം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. What do you mean, Lord? നിങ്ങൾ കണ്ടോ എന്നെ? ഞാൻ ഈ 33.5 വർഷം, അതിൽ 3.5 വർഷം നിങ്ങളുടെ കൂടെ നടന്നു. എന്തെല്ലാം പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ കണ്ടോ ഞാൻ ഇളകാതെ നിൽക്കുന്നത്? ആ സമാധാനം, എൻ്റെ സമാധാനം, ഞാൻ അനുഭവിച്ചത് പ്രൂവണായ സമാധാനം. ഈ കഷ്ടതകളുടെയും പ്രതിസന്ധിയുടെയും ഒക്കെ നടുവിൽ ഞാൻ അനുഭവിച്ച ആ സമാധാനം എൻ്റെ സമാധാനം.
പിതാവാം ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ പിതാവിനെ സകലത്തിലും അനുസരിച്ച് പിതാവ് കൊടുത്തിരിക്കുന്ന ആ ബന്ധത്തിൽ നിന്ന് അനുഭവിച്ച ആ സമാധാനം, ദാറ്റ്സ് പ്രൂവൻ. എല്ലാ ടെസ്റ്റിങ്ങിലും പ്രൂവനാണ്. എൻ്റെ സമാധാനം അവിടുന്ന് ഇത് എൻജോയ് ചെയ്തതാണ്. കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്: ഞാൻ ഇത്രയും കാലം ഈ ഭൂമിയിൽ നിങ്ങൾ കണ്ടു, ഞാൻ അനുഭവിച്ച എൻ്റെ ഹൃദയത്തെ മുഴുവനും നിറച്ച് കവിഞ്ഞ് ഒഴുകിയ ആ സമാധാനം, അതാണ് നിങ്ങൾക്ക് തന്നെ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ സമാധാനം യാതൊരു നിലയിലും കണ്ടാമിനേറ്റഡ് അല്ല, പ്യുവർ, പെർഫെക്റ്റ്. ആ സമാധാനമാണ് ഒരു ദൈവ പൈതലിന് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏത് ഡേഞ്ചറിൻ്റെ നടുവിലും, ഏതൊക്കെ സർക്കംസ്റ്റൻസിൻ്റെ നടുവിലും, എന്തൊക്കെ പ്രശ്നങ്ങളുടെ നടുവിലും അനുഭവിക്കാൻ കഴിയുന്ന സമാധാനം. അപ്പം എൻ്റെ സമാധാനം മനസ്സിലാക്കാൻ എൻ്റെ മനസ്സിൽ കർത്താവിൻ്റെ ലൈഫിലെ 2-3-4 കാര്യങ്ങൾ പെട്ടെന്ന് ഞാനൊന്ന് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദ ക്വാളിറ്റി ഓഫ് ദാറ്റ് പീസ്, ദാറ്റ് സൂപ്പർ നാച്ചുറൽ പീസ്. നമ്മൾ ചില ആഴ്ചകൾക്ക് മുമ്പേ ശിഷ്യന്മാരുമൊത്ത് കർത്താവ് പടകിൽ കയറി അക്കരയ്ക്ക് പോകുമ്പോൾ വലിയ കൊടുങ്കാറ്റ് സംഭവിച്ച് കർത്താവ് എന്ത് ചെയ്യായിരുന്നു? തലേണയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. തലേണയിൽ തല വെച്ച് കിടന്ന് ഉറങ്ങായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം വാക്യം വായിച്ചാൽ മതി. ദാറ്റ്സ് ദ പീസ്. ശിഷ്യന്മാരെന്ത് പറഞ്ഞു? ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? വാട്ട് ഈസ് ഹാപ്പനിങ്? ഭയങ്കര കൊടുങ്കാറ്റ്, പ്രതീക്ഷിക്കാത്ത ഭയങ്കര പ്രശ്നങ്ങൾ. അതിൻ്റെ നടുവിൽ ജീസസ് എന്ത് ചെയ്യുക? He took a cushion or a pillow and he was fast asleep. ആ സമാധാനം I will give you. വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഒരാമേൻ പറയണം. അതാണ് ഒരു ദൈവം. ഇത് ഇന്നത്തെ സ്ഥിതിയിൽ ലോകം വിശുദ്ധനിൽ കാണണം. ലോകക്കാർ പറയുമോ ഷെയർ മാർക്കറ്റ് പോയി നാളെ എന്താകും, എടാ ഇങ്ങനെ പോയാലെല്ലാം പൂട്ടുമല്ലോടാ. ഉടനെ നമ്മൾ കോമ ഇട്ടേച്ച് ബാക്കി പറഞ്ഞ് അവനെ കേൾപ്പിക്കുകയല്ല. നാളെ എന്ത് സംഭവിക്കും ഐ ഡോണ്ട് നോ. പക്ഷെ നാളെ അറിയാമെന്നവൻ എൻ്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യെ പിടിച്ചുണ്ട്. ജീസസിൻ്റെ സമാധാനം നിങ്ങൾ കണ്ടോ? മറ്റൊരു സന്ദർഭം നിങ്ങൾക്കറിയാം. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ഫരീസയര്, ശാസ്ത്രിമാര്, മത നേതൃത്വം എപ്പോഴും ജീസസിനെതിരായിരുന്നു. വാക്കിൽ കൊടുക്കാൻ നോക്കുന്നു, കൊല്ലാൻ നോക്കുന്നു, പല സമയത്ത് അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനെ കർത്താവിനെ എപ്പോഴും ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സുവിശേഷങ്ങൾ മുഴുവൻ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ എല്ലാം നടുവിൽ ഭൂതത്തെ കൊണ്ടാണ് അവൻ ശുശ്രൂഷിക്കുന്നത്. എന്തെല്ലാം ആക്ഷേപങ്ങൾ! ഇതിൻ്റെ എല്ലാം നടുവിൽ മജസ്റ്റിക്കായിട്ട് ജീസസ് നിൽക്കുകയാണ്. ബിക്കോസ് ഹി ഹാഡ് ദ പീസ്. ഇതാണ് എനിക്കും നിങ്ങൾക്കും കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നത്. ഇതാണ് ഈ ട്രബിൾഡ് ശിഷ്യന്മാരോട് പറയുന്നത്. നാളെ ആളുകൾ വന്ന് ഇവരെ മോക്കെയും ഇവരെ ഭീഷണിപ്പെടുത്തും. നിങ്ങൾക്കറിയാമോ, ഇവരിൽ യോഹന്നാൻ, ഈ എഴുത്തുകാരൻ ഒഴികെ ബാക്കി എല്ലാവരും മാർട്ടിയേഴ്സ് ആയിരുന്നു. ഈ 11 പേരിൽ അവരെങ്ങനെയാണ് അവരെ മാർട്ടിയർഡത്തിലേക്ക് നയിച്ചപ്പോൾ, അല്ലെങ്കിൽ അവരെ കൊല്ലാൻ കൊണ്ടുപോയപ്പോൾ, ഹൗ ഡിഡ് ദേ റിയാക്ട്? ചരിത്രം പഠിച്ചു നോക്കണം. ബിക്കോസ് ദേ ഹാഡ് ദ പീസ് ദാറ്റ് ജീസസ് ഗേവ്. ജീസസിൻ്റെ ലൈഫിൽ മുഴുവനും ആളുകൾ ഓരോന്ന് പറഞ്ഞ് മോക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ജീസസ് ഹാഡ് ദ പീസ്. ജീസസ് ഇപ്പോൾ പറയാം, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. വീടിനകത്ത് ആളുകൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, കളിയാക്കുമ്പോൾ, അർഹിക്കുന്ന ഓഹരികൾ ലഭ്യമാകാതെ ഇരിക്കുമ്പോൾ ആകമിളകരുത്. ജീസസ് പറയുക, ആ 27-ാം വാക്യം ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. പീസ് ഐ ലിവ് വിത്ത് യു, മൈ പീസ് ഐ ഗിവ് യു. ദിസ് ഇസ് ദ ഗ്രാൻഡ് ഓഫർ. കലങ്ങുന്ന ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന നിത്യമായ വാഗ്ദത്തമാണ്. മറ്റൊരു സന്ദർഭം എന്ന് പറയുന്നത് ഈ കോണ്ടെക്സ്റ്റിൽ തന്നെ 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ
ഞാൻ അല്പസമയം മുൻപൊന്ന് വായിച്ചു. ജീസസിന് വളരെ വ്യക്തമായിട്ടറിയാം ദിസ് ഇസ് ഹിസ് ലാസ്റ്റ് നൈറ്റ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജൂഡസാണ് ഒറ്റിക്കൊടുക്കാൻ പോകുന്നതെന്നും അറിഞ്ഞുകൊണ്ടാണ് ഇവരുടെയൊക്കെ കാല് കഴുകുന്നത്. എന്നിട്ട് ജൂഡസ് പോയ ശേഷം ഈ ടീച്ചിങ്സ് മുഴുവനും കൊടുക്കുന്നത്. നിങ്ങൾ കണ്ടോ? ഹൃദയം പതറാതെ, മനസ്സിളകാതെ, ഹൃദയത്തിൽ ഉള്ള സമാധാനം, ആ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാം. മൈ പീസ് ഐ ഗിവ് ടു യു. അമേസിങ്. ഇതിന് ശേഷം 18-ാം അധ്യായത്തിലാണ് കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കോടതികൾ മാറി മാറി കർത്താവിനെ വിസ്തരിക്കുന്നു. 6 കോടതികളിൽ യേശുവിനെ വിസ്തരിച്ചു. 3 മതപരമായ കോടതി, മറ്റ് 3 രാഷ്ട്രീയ കോടതികൾ. മതപരമായ കോടതിയിൽ അന്നാഫ്, കയ്യഫാവ്, സെനദ്രി സംഘം. രാഷ്ട്രീയ കോടതി ആദ്യം പീലാത്തോസിൻ്റെ അടുക്കൽ, പിന്നെ ഹേരോദാവിൻ്റെ അടുക്കൽ, 3ാമത് പിന്നെയും പീലാത്തോസിൻ്റെ അടുക്കൽ. ഇവിടെ എല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. അതിനൊത്തിരി സമയമെടുക്കും. പലയിടങ്ങളിലും കർത്താവിനെ വല്ലാതെ ഉപദ്രവിച്ചു. കയ്യാഫാവിൻ്റെ അടുക്കലൊക്കെ കർത്താവിനെ കളിയാക്കി, മുഖത്ത് തുപ്പി, കന്നത്തടിച്ച്, മുഷ്ടി കൊണ്ട് ഇടിച്ച് അടിച്ച്, തന്നെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് പ്രവചിക്കാരാ നിന്നെ ഇടിച്ചതെന്ന്. അവിടെയും സമാധാനത്തിൽ നിൽക്കുകയാണ്. സമാധാനം വിട്ടുപോയില്ല. ഹീസ് ഇൻ ടോട്ടൽ പീസ്. ഇതാണ് കർത്താവ് നമ്മൾക്ക് തരാമെന്ന് പറയുന്നത്. അല്ലാതെ ഒരു പ്രശ്നവുമില്ലാത്ത ഏതോ ഒരു പ്രത്യേക ലോകത്തിൽ കൊണ്ട് നിൽക്കുന്ന സമാധാനമല്ല. എ പീസ്. ഈ കെയോസിൻ്റെ എല്ലാം നടുവിൽ, അടിയും ഇടിയും ഒക്കെ കൊടുക്കുന്നതിൻ്റെ നടുവിൽ, ഉപദ്രവങ്ങളുടെയും പരിഹാസത്തിൻ്റെ നടുവിൽ ടോട്ടൽ കൺട്രോൾ. ഹേരോദാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴോ ഒന്നും മിണ്ടുന്നില്ല. കളിയാക്കുന്നുണ്ട്, പക്ഷെ മിണ്ടുന്നില്ല. പീലാത്തോസിൻ്റെ മുൻപിൽ നിന്നും മിണ്ടുന്നില്ല. സെനദ്രി സംഘത്തിൻ്റെ മുൻപിൽ ആളുകളെ വെച്ച് വ്യാജം പറഞ്ഞ് കൊടുക്കാൻ നോക്കി. He didn't utter a word. 2ാമത് പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ പീലാത്തോസ് ചോദിച്ചു, എന്താ മിണ്ടാത്തത്? എനിക്ക് നിന്നെ വിട്ട് കൊടുക്കാനുള്ള അധികാരമുണ്ടെന്ന് നിനക്കറിയത്തില്ലയോ? എത്ര മജസ്റ്റിക്കാണ് കർത്താവിൻ്റെ മറുപടി. പിതാവ് നിനക്ക് അധികാരം തരാതെ യു ക്യാൻ ഡു നത്തിങ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതിൻ്റെ അർത്ഥം മൈ ഫാദർ ഈസ് ഇൻ കൺട്രോൾ. ദാറ്റ്സ് ദ പീസ്. ഇത് നമ്മുടെ ജീവിതത്തിലും കോടതിയിൽ കയറ്റിയാൽ, എവിടെ കയറ്റിയാൽ, എന്തും സംഭവിക്കട്ടെ, അകത്ത് മൈ ഫാദർ ഈസ് ഇൻ കൺട്രോൾ. നാളെ അറിയാമെന്നവൻ എൻ്റെ കരത്തെ പിടിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയരെ, ഈ സമാധാനം വേണ്ടേ? ഇതാണ് കർത്താവ് തരുന്നത്. ഹൃദയം കലങ്ങിയിരിക്കുകയാണെങ്കിൽ, പാൻഡമിക് ആകട്ടെ, ലോകത്തിൽ എന്തും നടക്കട്ടെ, ഐ ഹാവ് ദ പീസ് ദാറ്റ് പാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. അതെനിക്ക് എങ്ങനെ കിട്ടിയതാ? ഞാൻ ഒന്നും വർക്ക് ചെയ്തതല്ല. യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ചു. അങ്ങനെ കർത്താവ് എനിക്ക് തന്ന ദാനമാണ്. ആൻഡ് ഇറ്റ് ഈസ് സൂപ്പർ നാച്ചുറൽ. പുറത്തുള്ളവൻ നോക്കുമ്പോൾ ഇവരെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? അവർ നോക്കുമ്പോൾ ലോകം ഇളകിമറിയുകയാണ്, കുടുംബക്കാർ ഇളകിമറിയുകയാണ്. അതിൻ്റെ നടുവിൽ സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവം എൻ്റെ പിതാവാണ്. ആ ഉറപ്പ്. ദിസ് ഇസ് ദ പീസ് ജീസസ് ഈസ് ഓഫറിംഗ് ടു ഈച്ച് ഓഫ് ഹിസ് ഡിസൈപ്പിൾസ്. കർത്താവ് മറ്റൊരു കാര്യം കൂടെ പറയുന്നത് ശ്രദ്ധേയമാണ്. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഒന്നുകൂടെ ഞാൻ 27-ാം വാക്യം, പീസ് ഐ ലീവ് വിത്ത് യു, മൈ പീസ് ഐ ഗിവ് യു. എന്നിട്ട് 2ാം ഭാഗത്തിൽ, ഐ ഡു നോട്ട് ഗിവ് ടു യു ആസ് ദി വേൾഡ് ഗിവ്സ്. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകം തരുന്ന ഒരു സമാധാനമുണ്ട്. യേശു തരുന്ന സമാധാനം സൂപ്പർ നാച്ചുറലാണ്. അത് ഞാൻ അല്പമായിട്ട് ഒന്ന് വിശദീകരിച്ചു.
പക്ഷേ ജീസസ് എടുത്തു പറയുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടാകരുത്. ദിസ് ഇസ് എൻറ്റയർലി എ ഡിഫറെന്റ് കൈൻഡ്. ലോകം തരുന്ന സമാധാനം എന്താ? ലോകം പലപ്പോഴും ഈ സമാധാനത്തെ ഒന്ന് നിർവചിക്കുവാൻ അവർ ശ്രമിക്കുമ്പോൾ നെഗറ്റീവായിട്ടാണ്. എങ്ങനെ? യുദ്ധങ്ങളൊന്നുമില്ല, സമാധാനം. ബ്രദർ, ഏതായാലും ഇപ്പോൾ ഞാൻ പ്രവേശിച്ച ജോലി എന്ന് പറഞ്ഞ സ്ട്രെസ്സില്ല ബ്രദറെ, സമാധാനം. കുടുംബത്തിൽ ബ്രദറെ ഏതായാലും ഇപ്പോൾ എന്താ? ആരേലും വിദേശത്ത് പോയി, അല്ലെ മറ്റൊരു ക്രമീകരണമുണ്ടായി, വീട് മാറ്റി താമസിച്ചു, സമാധാനം. അപ്പോൾ ലോകത്തിൻ്റെ സമാധാനമെന്ന് പറയുന്നത് സർക്കംസ്റ്റൻസുകളിൽ വരുത്തിയ മാറ്റത്തിൽ വന്നിരിക്കുന്ന ടെമ്പററി ആയിട്ടുള്ള സമാധാനമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ലോകത്തിൻ്റെ സമാധാനം. സ്ട്രെസ് മാറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഫ്ലിക്റ്റുകൾ മാറ്റി, ലഹളകൾ മാറ്റി, ബഹളം മാറ്റി, ഇത് കൗണ്ടർ ഫിറ്റാണ്. ദൈവിക സമാധാനം പ്രശ്നത്തിൻ്റെ നടുവിൽ അനുഭവിക്കുന്നതാണ്. സർക്കംസ്റ്റൻസ് ഒരു ദൈവ പൈതലിനെ ബാധിക്കുന്നില്ല. അതെങ്ങനെയുമാകട്ടെ, നെഗറ്റീവായിക്കോ പോസിറ്റീവായിക്കോ, അവൻ മാറാതെ നിൽക്കുകയാണ്. നല്ല അനുഭവങ്ങളിൽ, തിന്മയായിട്ടുള്ള അനുഭവങ്ങളിലും ഈ ദൈവിക സമാധാനം അനുഭവിക്കാം. പക്ഷെ ലോകത്തിൻ്റെ സമാധാനം അത് പറ്റത്തില്ല. അത് താൽക്കാലികമാണ്, സർക്കംസ്റ്റൻസുകളെ നിയന്ത്രിക്കുന്നതിലാണ്. അതല്ലേ ഈ ഒത്തിരി പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ ആളുകൾ ചിലർ പറയും, ബ്രദറെ ഒരു 2 ആഴ്ച ഒരു ലീവ് എടുക്കുക ബ്രദറെ, ഒരു 5 ദിവസം ബ്രദറെ ഒരു ഫോറിൻ ട്രിപ്പ് അങ്ങ് പോയി, കുടുംബമായിട്ടൊന്ന് പോയി സ്വസ്ഥത. അപ്പോൾ അവിടെയാ സ്വസ്ഥത. ദാറ്റ് ഈസ് ദി ഓഫർ ഓഫ് ദ വേൾഡ്. അത് താൽക്കാലികം. 5 ദിവസം കഴിഞ്ഞ് റിട്ടേൺ അടിച്ചു കഴിയുമ്പോൾ പിന്നെയും ബാക്ക് ടു സ്ട്രെസ്. ജീസസ് പറയുന്ന പീസ് അതല്ല. ലോകം തരുന്നത് പോലെ അല്ല എന്നാണ് ഇവിടെ കർത്താവ് പറയുന്നത്. ഞാൻ ഈ 27-ാമത്തെ വാക്യം എൻ്റെ മനസ്സിൽ കഴിഞ്ഞ ആഴ്ചയിലെല്ലാം ഇങ്ങനെ അലതല്ലിക്കൊണ്ടിരുന്നു. ഇത് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് സിസ്റ്റർ അനിത വിനോദിൻ്റെ കാര്യം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു. എനിക്ക് അവർ ആരാണെന്നറിയില്ല. അവരുടെ സാക്ഷ്യം TV-യിൽ വന്നത് ഞാൻ കേട്ടു. ഇറ്റ് വാസ് വെരി ഇംപ്രസീവ്. എന്നെ ഇംപ്രസ് ചെയ്തത് ആ സഹോദരിക്ക് കിട്ടിയ 1 minute ഷീ യൂട്ടിലൈസ്ഡ് ഇറ്റ് ഫോർ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. COVID-19 ബാധിച്ച് സൗഖ്യമായ സഹോദരിയോട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ജാതീക പശ്ചാത്തലത്തിലുള്ളവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് സൗഖ്യമാക്കിയത്. അവർ പറഞ്ഞു, ഡോക്ടേഴ്സല്ലേ ചികിത്സിച്ചത്. അവർ പറഞ്ഞു, എൻ്റെ ഈ ഐസൊലേഷനിൽ കടന്നപ്പോഴും കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എനിക്ക് വിടുതൽ തന്ന കർത്താവ്. ആൻഡ് ഷീ പ്രൈസ് ദ ലോർഡ്. 1 minute ഉള്ളൂ. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഇവരെക്കുറിച്ചൊരു ചിന്ത വന്നു. അപ്പോൾ ഇവരാരാണ്, എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്? ഐ ഡോണ്ട് നോ. വിവിധ മാധ്യമങ്ങളോടൊക്കെ ഞാൻ ശ്രമിച്ചു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഡോക്ടർ എബി മാത്യു ബീഹാറിലെ ഇന്ത്യ മിഷൻസിലെ കർത്തൃദാസൻ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് ഇട്ടിരുന്നു. ദാറ്റ് സിസ്റ്റർ അനിത വിനോദ് ഈസ് എ പാർട്ട് ഓഫ് ദെയർ ടീം. ഞാൻ ഡോക്ടർ എബിയെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം വിശദമായി മനസ്സിലാക്കിയ ശേഷം അദ്ദേഹത്തോട് അവരുടെ ടെലിഫോൺ നമ്പർ വാങ്ങി ആ കുടുംബത്തെ ഞാൻ ബന്ധപ്പെട്ടു. അവരുടെ ഹസ്ബൻഡാണ് ബ്രദർ വിനോദ് വെങ്കട്ടരാമൻ. അവരിൽ നിന്ന് മനസ്സിലാക്കിയത്, ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് അവരുടെ ഓർമ്മ വന്നത്. അങ്ങനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത്. ആ സഹോദരിയുടെ സാക്ഷ്യമാണ് ഞാൻ 1-2 വാചകത്തിൽ നിങ്ങളോട് പറഞ്ഞത്. അവരുടെ ഹസ്ബൻഡ് കുറച്ച് സമയം
എന്നോടൊപ്പം ചെലവഴിച്ചു ഫോണിൽ. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, അവരുടെ ഈ പ്രത്യേക ക്രൈസിസിൽ അവരോട് ദൈവം ഇടപെട്ട വാക്യം യോഹന്നാൻ 14:27. Can you believe that? It was such a confirmation for me. എന്താണ് സംഭവിച്ചത്? ദിസ് ഇസ് എ ട്രൂ സ്റ്റോറി. എല്ലാവർക്കും അറിയാം അവരുടെ ചരിത്രം. ലോകത്തിൻ്റെ സമാധാനവും ദൈവിക സമാധാനവും എന്താണെന്ന് പറഞ്ഞു വരുമ്പോൾ ഒരു ട്രൂ സ്റ്റോറി ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. We can easily distinguish between the two pieces. എന്നോട് ബ്രദർ വിനോദ്, അവർ കുടുംബമായിട്ട് ദേ ആർ മിഷണറീസ് ഇൻ ബീഹാർ, പട്നയിൽ. അവർക്ക് 2 മക്കളുണ്ട്. സിസ്റ്റർ അനിതയ്ക്ക് ഈ രോഗമാണ് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ് there was a problem. അവരെ ഐസൊലേറ്റ് ചെയ്തു. കുടുംബമെന്ന നിലയിൽ ഇവരുടെ സാമ്പിൾസ് എടുത്തു ടെസ്റ്റ് ചെയ്യാൻ. അവരുടെ കൂടെയുള്ള ടീം അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഏകദേശം 10 പേരുടെ സാമ്പിൾ എടുത്തുകൊണ്ട് പോയി ടെസ്റ്റ് ചെയ്യാൻ. നാച്ചുറലി, കാരണം പോസിറ്റീവായിരിക്കുന്ന ഈ സഹോദരിയുമായി റിലേറ്റഡ് ആയിട്ട് ഇൻ്ററാക്റ്റ് ചെയ്ത ആളുകളാണ്. സാമ്പിൾ എടുത്തുകൊണ്ട് പോയി. അടുത്ത ദിവസം മുതൽ ഈ സാമ്പിൾ എടുത്തുകൊണ്ട് പോയ ആളുകളെല്ലാം ബ്രദർ വിനോദിനെ വിളിക്കുകയാണ്. ടെൻഷനായി. പോസിറ്റീവായാലോ പ്രശ്നമാണ്. കാരണം അത് പോസിറ്റീവായാണ് വലിയ വിഷയമാണ്. കാരണം ഇന്ത്യ മിഷൻസ് ദേ ഹാവ് എ ലോട്ട് ഓഫ് പീപ്പിൾ. അത് പിന്നെ ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് പോലെ ആയി പോകും. ദിവസവും ആളുകൾക്ക് ടെൻഷനായി. കാരണം ഇത് ചില ദിവസങ്ങളെടുക്കും അതിൻ്റെ റിസൾട്ട് കിട്ടാൻ. ദൈവാത്മാവ് ബ്രദർ വിനോദിനോട് ഇടപെട്ടു. ദൈവാത്മാവ് പറഞ്ഞു, വിനോദ്, റിസൾട്ട് നെഗറ്റീവ് എന്ന് നിനക്ക് കിട്ടുമ്പോൾ നിനക്കൊരു സമാധാനം ഉണ്ടാകും. അതാണോ നിനക്ക് വേണ്ടത്? റിസൾട്ട് നെഗറ്റീവാണോ പോസിറ്റീവാണോ നിനക്കറിയില്ല. അറിയാതിരിക്കുമ്പോൾ ഞാൻ എൻ്റെ സമാധാനം നിനക്ക് തരാം. നിങ്ങളോർക്കും ഇതെല്ലാം കുക്ടപ്പായി ഉള്ള ഒരു സ്റ്റോറിയാണെന്ന്. എനിക്ക് വിനോദ് ബ്രദർ അയച്ചു തന്നു താൻ തൻ്റെ മൊബൈലിൽ ഈ ബാക്കിയുള്ള എല്ലാ ടീം അംഗങ്ങൾക്കും താൻ കൊടുത്ത മെസ്സേജിൻ്റെ ഒരു കോപ്പി, ഒരു സ്ക്രീൻഷോട്ട് താൻ എനിക്ക് അയച്ചു. എനിക്ക് ഭയങ്കര വിശ്വാസമായി. അദ്ദേഹം അവരോട് അയച്ചു. അവരോട് പറഞ്ഞു, ദൈവാത്മാവ് പറയുന്നത് നമുക്കിപ്പോൾ തന്നെ സമാധാനം അനുഭവിക്കാൻ കഴിയും. പോസിറ്റീവ് ആയിരിക്കാം, ചിലപ്പോൾ നാളെ നെഗറ്റീവ് ആയിരിക്കാം. റിസൾട്ട് കിട്ടിയിട്ടല്ല, ഇനി നെഗറ്റീവ് ആണെന്നൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സന്തോഷമല്ല. ഏത് റിസൾട്ട് ആണെങ്കിലും we can have peace now. നിങ്ങൾക്കറിയാമോ, അവരെല്ലാം ആത്മാവിൽ ആനന്ദിച്ചു തുടങ്ങി. They praised the Lord and gave worship to God. അത്ഭുതകരമായി റിസൾട്ട് കിട്ടിയപ്പോൾ all of them were negative. വിനോദ് ബ്രദറിൻ്റെ ഭാഷ പറഞ്ഞാൽ they were insulated from isolation എന്നാണ്. നിങ്ങൾ കണ്ടോ, what is divine peace? നെഗറ്റീവ് ആകുമ്പോൾ യെസ്, പോസിറ്റീവ് ആണെങ്കിലും you get the peace. നെഗറ്റീവ് ആണ്, we don't have that disease എന്നുള്ളത് പ്രൂവൺ ആകുമ്പോൾ അതാർക്കാ പീസ് ഇല്ലാതിരിക്കുന്നത്? എവറിബഡി വിൽ ഹാവ് ദാറ്റ് പീസ് ആൻഡ് ദർ ഇസ് നോ ഹാം ഇൻ ദാറ്റ്. ഞാനത് എടുത്തു പറയാം. അങ്ങനെ നെഗറ്റീവ് ആണെന്ന് റിസൾട്ട് കിട്ടി, ഓ സ്തോത്രം, അയ്യോ അതിനകത്ത് തെറ്റൊന്നുമില്ല, ദാറ്റ്സ് കോമൺ. പക്ഷേ റിസൾട്ട് എനിക്ക് അറിയില്ല. അറിയാതിരിക്കുമ്പോൾ കെയോസാണ്. ആളുകൾ ഇളകി മറിയുമ്പോൾ എൻ്റെ അകത്ത് നോ പ്രോബ്ലം. എന്ത് റിസൾട്ട് ആണെങ്കിലും മൈ ഫാദർ ഇൻ ഹെവൻ ഈസ് ഇൻ കൺട്രോൾ. ആ ഉറപ്പ് അകത്ത് വരുന്നതാണ് ജീസസ് തരുന്ന ഡിവൈൻ പീസ്, ദ പീസ് ദാറ്റ് പാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ഈ കഥ പറഞ്ഞത് നിങ്ങൾക്ക് ഈസി ആയിട്ട്
ലോകം തരുന്നത്. അത് സർക്കംസ്റ്റൻസുകൾ അനുകൂലമാകുമ്പോൾ നമുക്ക് വി ഫീൽ ഓക്കെ. ഇത് സർക്കംസ്റ്റൻസ് പ്രതികൂലമായാലും we have that peace. ആ ടീമിനെ സംബന്ധിച്ചോളം even before the result came they had this divine peace. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നെഗറ്റീവാണ്, അവർക്ക് ആ ഒരു പ്രശ്നവും ഇല്ല എന്ന് മനസ്സിലാക്കി അവരെല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം യോഹന്നാൻ 16:33 നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ട്രബിൾ ഇല്ലാത്ത വേൾഡിലെ, ട്രബിൾ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിലെ അല്ല ഈ പീസ്. എടുത്ത് ഞാൻ പറയാം, അങ്ങനെ ഒരു അവസരം കിട്ടി, അങ്ങനെ ഒരു സന്തോഷം അല്ലെങ്കിൽ സമാധാനം അനുഭവിക്കുന്നത് പാപമല്ല. പക്ഷെ ഞാൻ ഇവിടെ പറയുന്ന ജീസസ് തരുന്ന സമാധാനം കഷ്ടതകളുടെ നടുവിൽ, സൊല്യൂഷൻ ഒന്നും മാനുഷികമായി കാണുന്നില്ല, അതിൻ്റെ നടുവിൽ അനുഭവിക്കുന്ന സമാധാനം, that is supernatural, beyond circumstances. അതാണ് ജീസസ്. That is what Jesus says, my peace I give to you. ഇതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ശരിക്കും ശിഷ്യന്മാരെ ശത്രുവിന് ഒതുക്കാൻ കഴിയാത്തത്. അവർക്ക് ദാരിദ്ര്യമിട്ടോ ഒന്നും അവരെ ചെയ്യാനൊക്കത്തില്ല. അതെന്താ? they have the peace of Jesus. നിങ്ങൾ അവരെ സിക്നസ് ഇട്ടോ, മാരക രോഗം അവർക്ക് വന്നെന്നിരിക്കട്ടെ, ഏക്കത്തില്ല. they have the peace of Jesus. അവരെ ഉപദ്രവിക്കാൻ സുവിശേഷ വിരോധികൾ എന്തെങ്കിലും ചെയ്തെന്നിരിക്കട്ടെ, ഞാൻ നിങ്ങളോട് ഒരു സംഭവം പറയാം. ഒരാളെ സുവിശേഷ വിരോധികൾ ആയിട്ടുള്ള ആളുകൾ പിടിച്ച് അയാളെ വിധിച്ചു, അങ്ങ് കൊല്ലാൻ പോവുകയാണ്. ഹിസ് ഗോയിങ് ടു ബിക്കം എ മാർട്ടിയർ. അങ്ങനെ കൊല്ലുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഈ വിശുദ്ധൻ പറഞ്ഞത്, തന്നെ കൊല്ലാൻ പോകുന്ന ആളോട് പറഞ്ഞത്, എൻ്റെ ഹൃദയഭാഗത്തേക്ക് കൈയൊന്ന് വെച്ച് നോക്കിക്കേ, ഇനി നിൻ്റെ ഹൃദയത്തിൻ്റെ അവിടോട്ടൊന്ന് കൈ വെച്ച് നോക്കിക്കേ. എടാ ഇടിപ്പാരടെയാടാ കൂടുതലെന്ന് ചോദിച്ചു. ആ കൊല്ലാൻ കൊണ്ടുവന്നവൻ അന്തം വിട്ടുപോയി. ഇയാള് ചില കല്യാണ സദ്യയിൽ പോകുന്ന പോലെ പോവുകയാണ്. വാട്ട് ഈസ് ദിസ്? അയക്കിടിപ്പുണ്ടായി, കാരണം അയാളിപ്പോൾ ഒരാളെ കൊല്ലാൻ പോവുകയാണ്. പേഴ്സിക്യൂഷൻ ഒരു വിശുദ്ധനെ ഒതുക്കാനൊക്കത്തില്ല, മാരക രോഗങ്ങൾക്ക് ഒതുക്കാനൊക്കത്തില്ല, പട്ടിണിക്ക് ഉപദ്രവത്തിന് ഒതുക്കാനൊക്കത്തില്ല. യു നോ വൈ? ഇറ്റ്സ് ദ പീസ് that Jesus said, my peace I give unto you. എത്ര വലിയ കാര്യമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുമ്പോൾ ഞാൻ ഉദ്ധരിച്ച വാക്യം ഒന്ന് വായിക്കാം. ഫിലിപ്പ് ലേഖനം 4:6-7 ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കേണ്ട അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. ഒറ്റ വാക്കൂടെ പറഞ്ഞു നിർത്താം. ഈ 27 വാക്യത്തിൻ്റെ അവസാന ഭാഗം നിങ്ങൾ നോക്കുകയും, ഞാൻ ആ വാക്യം മുഴുവൻ ഒന്നുകൂടെ വായിക്കാം. പീസ് ഐ ലീവ് വിത്ത് യു, മൈ പീസ് ഐ ഗിവ് യു, ഐ ഡു നോട്ട് ഗിവ് ടു യു ആസ് ദ വേൾഡ് ഗിവ്സ്. എന്നിട്ട് അവസാന ഭാഗം, do not let your hearts be troubled and do not be afraid. ഈ സമാധാനം, ഞാൻ തരുന്ന സമാധാനം അനുഭവിക്കണമെങ്കിൽ വ്യാകുല ചിന്തകളാൽ ഹൃദയം കലങ്ങിയിരിക്കല്ലേ, കലക്കം മാറ, ഹൃദയത്തെ കൺട്രോൾ ചെയ്യും. Do not let your hearts be troubled and do not be afraid. നാം എടുക്കേണ്ട ഒരു തീരുമാനമാണത്. ഞാൻ എൻ്റെ ഹൃദയത്തെ ആകുല ചിന്തയ്ക്കോ സംശയത്തിനോ ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾക്കോ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. കാരണം എൻ്റെ കർത്താവ് പറഞ്ഞു, ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട്സ്.
അവരവരുടെ ഹൃദയത്തെ നിയന്ത്രിക്കണം. ആകുല ചിന്തകളിൽ നിന്ന് മാറി യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും ദ പീസ്. ഞാൻ എൻ്റെ സമാധാനം എന്ന് പറയുന്ന ആ സൂപ്പർ നാച്ചുറൽ പീസ്, ആ ഡിവൈൻ പീസ്, അത് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാ വിശുദ്ധനും അനുഭവിക്കാൻ കഴിയാതെ ഇരിക്കുന്നത് എന്താണെന്നറിയാമോ? നമുക്കിതാ ഇന്ന് എത്ര പേര് മരിച്ചു കാണും ഇന്ന രാജ്യത്ത് അത്രയും മരിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളായി കാൽക്കുലേറ്റർ, നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നവരായി. ബ്രദറെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച ഇത്രയും കാണും. ദിസ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്. ലോകം ഇന്നൊരു പ്രത്യേക പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ലോകത്തോട് ദൈവത്തിന് പറയാനുള്ളത്, ദൈവവുമായി ക്രിസ്തുവിലൂടെ നിരപ്പ് പ്രാപിക്ക്. യേശു തരുന്ന അവിടുത്തെ സമാധാനം എന്ന് പറഞ്ഞാൽ the peace that was demonstrated in the earthly life of Jesus, ഇത് തന്നെ അനുഗമിക്കുന്നവർക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾക്കിത് ആവശ്യമെങ്കിൽ ഈ സമയത്ത് അത് ഏറ്റെടുക്കാം. നിങ്ങൾ ഇതുവരെയും ദൈവവുമായിട്ട് നിങ്ങൾക്കൊരു വ്യക്തിപരമായ ബന്ധമില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ആദ്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. there is an objective peace or ഒബ്ജക്റ്റീവായിട്ട് നമുക്കിതിനെ ചിന്തിക്കാം. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് എനിക്ക് സമാധാനം ആദ്യം ഉണ്ടാകണം. ദൈവത്തോട് സമാധാനം ഉണ്ടാകണമെങ്കിൽ പ്രിയരെ വേറെ ഒരു മാർഗവുമില്ല. there is only one way. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ജീസസ് ഈസ് ദി ഓൺലി വേ. യേശുവാണ് എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി കാൽവറി ക്രൂശിൽ യാഗമാകുന്നത്. നമ്മുടെ പാപത്തെ തൻ്റെ മേൽ പിതാവാം ദൈവം ചുമത്തി നമുക്ക് കിട്ടേണ്ട ശിക്ഷ അവിടുന്ന് ഏറ്റെടുത്തു. എന്നിട്ട് യേശുവിൻ്റെ നീതി വിശ്വസിക്കുന്ന എനിക്ക് സൗജന്യമായി കണക്കിട്ടു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട എനിക്ക് ദൈവത്തോട് നിരപ്പാണ്. I have peace with God. When you have peace with God, you have the peace of God. ജീസസ് അതാ തരുന്നത്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ലോകവ്യാപകമായി പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, വ്യത്യസ്ത നിലയിൽ പ്രതികൂലങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ ഗതികൾ എങ്ങോട്ട് പോകുമെന്ന് മാനുഷികമായി ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ആകാശവും ഭൂമിയും മാറിയാലും ഈ വചനങ്ങൾക്ക് മാറ്റമില്ല. അങ്ങയുടെ കൂടെ നടന്ന് സമർപ്പിക്കപ്പെട്ട ശിഷ്യന്മാർക്ക് കൈമാറിയ വാഗ്ദത്തത്തെ, ആ നിത്യമായ വാഗ്ദത്തത്തെ ഇന്ന് ഒരുമിച്ച് ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തന്നല്ലോ. ഇത് അനുദിനം ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ നെയ്ബേഴ്സിൻ്റെ നടുവിൽ, ചാർച്ചക്കാരുടെ നടുവിൽ ഒക്കെ അനുഭവിക്കുവാനും അവർക്ക് ഈ രഹസ്യം പറഞ്ഞു കൊടുക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. ഇന്ന് ഇത് കണ്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.